ஒரு மனுஷன் எதையாவது பண்ணி முன்னுக்கு வரலாம்னு பார்த்தா கால் வைக்கிற இடமெல்லாம் கண்ணி விடி வைக்கிறாங்களே. ഓല എക്സോമിക്സ് 4 കിലോവാട്ടിൻ്റെ യൂസർ റിവ്യൂ എന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ അതിൻ്റെ റേഞ്ച് ടെസ്റ്റൊക്കെ പറയാം തുടർച്ചയായിട്ട്. ഫസ്റ്റ് എന്ന് പറയാം ഗ്യാരണ്ടി എത്രയാണെന്ന് പറയാം. ഗ്യാരണ്ടി എനിക്ക് കിട്ടിയത് 8 കൊല്ലം 80,000 കിലോമീറ്റർ. പിന്നെ അത് ബാറ്ററി ആൻഡ് മോട്ടർ, പിന്നെ അതിൻ്റെ CPU പോലത്തെ അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾക്ക് 3 കൊല്ലം വാറണ്ടി. ഇതിന് ശേഷം നമ്മുടെ സുഹൃത്ത് ഒരാളെടുത്തതിന് ഉള്ളിൽ കിട്ടിയ വാറണ്ടി 8 കൊല്ലം തന്നെ, പക്ഷേ കിലോമീറ്റർ കൂടുതലുണ്ട്. 1,25,000 കിലോമീറ്റർ വാറണ്ടി. പക്ഷേ പുള്ളിക്ക് വണ്ടി ഇറങ്ങിയപ്പോൾ ഡിസ്കൗണ്ട് ഇതെല്ലാം കഴിച്ചിട്ട് 1,05,000 6,000 ആ റേഞ്ചാണ് പുള്ളിക്കായത്. പുള്ളി ഇപ്പോൾ സൊമാറ്റോ ഓടണതിൻ്റെ ID കൊടുത്ത് അതിൻ്റെ എന്തോ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് 15,000 കുറച്ചെന്ന് പറഞ്ഞു. 15,000 കുറച്ചെന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ഇതും കിട്ടി, വാറണ്ടിയും കിട്ടി. അപ്പോൾ ഈ നിലവിൽ വണ്ടിയുടെ വില 1,18,000 നേരത്തെ ഞാൻ എടുത്ത സമയത്ത് അത് തന്നെയാണ്. പക്ഷേ അന്നത്തെ ഓഫറിന് 1,02,000 വണ്ടി ഇറങ്ങിയത്. വണ്ടിയുടെ വില അതാണ് പറയാനുള്ളത്. അപ്പോൾ വില ഇങ്ങനെ വേരി ആയിക്കൊണ്ടിരിക്കും. ഇനി ഓഫർ ഇടക്കിടക്ക് മാറിപ്പറയും. പക്ഷെ വണ്ടി ഏത് ഓഫർ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെന്നാലും 1,05,000 1,10,000 ഉള്ളിലാണ് അവർ വണ്ടി വിൽക്കണത്. എന്തെങ്കിലും ഓഫർ എന്നൊക്കെ പറഞ്ഞ് ആ വില തന്നെ ആക്കും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ മോഡുകൾ 3 മോഡാണ് റൈഡിങ് മോഡ് ഉള്ളത്. എക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്. വണ്ടി ഓണാക്കുമ്പോൾ ആദ്യം നോർമൽ മോഡിലേക്ക് വന്നത്. അതിന് ശേഷം നമ്മൾ എക്കോ മോഡിലേക്ക് ഇട്ട് ഓടിച്ചാൽ കൂടുതൽ റേഞ്ച് കിട്ടും. അപ്പോൾ റേഞ്ച് എക്കോ മോഡിൽ 1.6 തൊട്ട് മേളിലേക്ക് കിട്ടും. 1.6 ആണ് ഈ 42 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചാൽ കിട്ടാവുന്ന മൈലേജ്. പിന്നെ അതിലും താഴത്തുള്ള സ്പീഡിൽ ഓടിച്ചാൽ മാക്സിമം ഞാൻ 25 ഇട്ട് ഓടിച്ച് നോക്കി. അങ്ങനെയൊക്കെ ഇട്ട് ഓടിക്കണമെങ്കിൽ 2.2 വരെയൊക്കെ വരുന്നുണ്ട് റേഞ്ച്. 1% കേട്ടോ, 1% അത്രയും കാണിക്കുന്നുണ്ട്. പിന്നെ നോർമൽ മോഡിൽ ഈ പറഞ്ഞ എക്കോ മോഡ്, ഈ പറഞ്ഞ 42-45 റേഞ്ച് പോകണമെങ്കിൽ എക്കോ മോഡിൽ കിട്ടണ അത്ര തന്നെ കിട്ടുന്നുണ്ട്. 1.6 1.7 1.5 തൊട്ട് 1.7 വരെയൊക്കെ ചില മാറി തിരിഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട്. അല്ല നോർമൽ മോഡിലിട്ടിട്ട് നോർമൽ മോഡിൻ്റെ ടോപ്പ് സ്പീഡായ 70 കിലോമീറ്ററാണ് നോർമൽ മോഡിൻ്റെ ടോപ്പ് സ്പീഡ്. ആ സ്പീഡിൽ പോകുകയാണെങ്കിൽ 1.3 1.2 ആ റേഞ്ചൊക്കെ കാണിക്കണം. പിന്നെ അതുകൂടാതെ സ്പോർട്സ് മോഡിൽ അത്രയും സ്പീഡിൽ നമുക്കിവിടെ ഓടിക്കാൻ പറ്റുമല്ലോ, റോഡൊക്കെ മോശമായതുകൊണ്ട്. സ്പോർട്സ് മോഡിലും കിട്ടണ റേഞ്ച് ഏകദേശം അവർ പറയണ കണക്കാണ് 1 കിട്ടിയാൽ മതി. അത് അത്ര സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ 1 കിട്ടുള്ളൂ. 1 എന്ന് വെച്ചാൽ 100 കിലോമീറ്റർ കിട്ടും 1% എന്ന് പറയുമ്പോൾ. ഞാനിപ്പോൾ ഈ നോർമൽ മോഡിൻ്റെ സാധാരണ ഓടിക്കുന്ന സ്പീഡിൽ പോയിട്ട് എനിക്ക് 1.3 ഒക്കെ നോർമൽ മോഡിൻ്റെ റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. അതായത് ഏത് സ്പീഡിൽ പോയാലും ആ സ്പീഡിനനുസരിച്ചുള്ള റേഞ്ചാണ് കിട്ടണം. 40 പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഏത് മോഡിട്ടാലും 1.4 1.6 അതിൻ്റെ ഉള്ളിലൊക്കെ ഈ റേഞ്ചിനുള്ളിലാണ് എത്ര ഇതിൽ പോലും കിട്ടുക. നോർമൽ മോഡിൽ എന്തായാലും ഉറപ്പായിട്ടും 1.6 മേളിലോടും. ഇതിപ്പോൾ തന്നെ ആ റേഞ്ചൊക്കെ തന്നെ കിട്ടിയ അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഓരോ തവണ നിർത്തി ഓണാക്കിയാണ് വീഡിയോ എടുത്തേക്കണം. അപ്പോൾ കറക്റ്റ് എത്ര ഓരോ പെർസെൻറ്റേജ് തീരുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെർസെൻറ്റേജ് ഇങ്ങനെ മാറണ കാണാം. അതായത് 71 പെട്ടെന്ന് 72 വരും. അതെന്ന് വെച്ചാൽ 71 നേരത്തെ ഞാൻ റേഞ്ച് കംപ്ലീറ്റ് ആയ നേരത്തി ബ്രേക്ക് ചെയ്യണതിന് വരുന്നത് റീജനറേഷൻ ആണല്ലോ. അതിൻ്റെ ഫീച്ചറിലുള്ള സംഭവമാണ് റീജനറേഷൻ. നമ്മൾ തിരിച്ച് ഇതാക്കാൻ നേരത്ത് റീജനറേറ്റ് ആകാൻ നേരത്താണ് ആ പെർസെൻറ്റേജ് പെട്ടെന്ന് 1 എന്നുള്ളത് പെട്ടെന്ന് 7.2 പിന്നെയും തിരിച്ച് അതിലേക്ക് വരും. അല്ല 71 നേരത്തെ വന്നായിരുന്നു, ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടത്. അങ്ങനെ വന്നിട്ടത് തിരിച്ച് കുറച്ചങ്ങോട്ട് ഓടിക്കഴിയുമ്പോൾ തന്നെ പിന്നെ ഇതാവും. ഇവർ പറയുന്ന റീജനറേഷൻ ഒരു 5% വരെ ടോട്ടൽ ഓടുമ്പോൾ തിരിച്ച് കയറുമെന്നൊക്കെയാണ്. അതാണ് അങ്ങനെ വ്യത്യാസം കാണിക്കുന്നത്. ഇതിന് ഫീച്ചർ റിവേഴ്സ് ഇതുണ്ട്, റിവേഴ്സ് മോഡുണ്ട്. റിവേഴ്സ് മോഡ് ഇട്ട് എടുക്കണം
നല്ല ചെറിയ കയറ്റത്തിലൊക്കെ ഇട്ടെടുക്കാനൊക്കെ സുഖമാണ് വണ്ടി കൊടുത്തുകൊടുക്കാൻ. പിന്നെ ഇപ്പം ഞാൻ വണ്ടി ഇട്ടേക്കണുണ്ട് ഗ്രീനിൽ ഇത് തെളിഞ്ഞ് കിടക്കണ മറ്റേ ഇതാണ് ക്രൂസ് മോഡിൻ്റെയാണ് ആ ലൈറ്റിങ് തെളിഞ്ഞ് കാണുന്നത്. ക്രൂസ് മോഡിലപ്പോൾ ഓണാക്കി ഇത്ര ചെറിയ സ്പീഡിലൊക്കെ ഒരു 20-ന് മേലാണെങ്കിൽ മാത്രമേ ക്രൂസ് മോഡ് ഓണാക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നല്ല റോഡാണെങ്കിൽ ക്രൂസ് മോഡ് ഇട്ട് പോവാം. പിന്നെ അധികം സ്പീഡിൽ പോകാതിരിക്കണേ നല്ലത്. ക്രൂസ് മോഡ് വർക്കാവും. ഫീച്ചർ പറയണ റീജനറേഷൻ ഉണ്ട്, പിന്നെ ക്രൂസ് മോഡുണ്ട്, പിന്നെ റിവേഴ്സ്, അതൊക്കെയാണ് അതിൻ്റെ ഫീച്ചർ പറയുന്നത്. അത് പിന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. ഇതുവരെ അധികം അടി തട്ടിയിട്ടില്ല ഇത്രയും മോശം റോട്ടിൽ കൂടെ ഓടിയിട്ടും. അധികം വലിയ സ്പീഡിൽ പോകത്തോണ്ടായിരിക്കാം ചിലപ്പോൾ. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, സീറ്റിന് ആവശ്യത്തിനുള്ള ഹൈറ്റും ഉണ്ട്. പക്ഷെ സീറ്റ് ഇച്ചിരി സോഫ്റ്റാണ്. സോഫ്റ്റായിട്ടുള്ളത് ചെറിയ ദൂരം ഓടുന്നവർക്ക് കുഴപ്പമില്ല, നല്ലതാണ് സോഫ്റ്റ് സീറ്റുള്ളത്. കുറച്ച് അധികം ദൂരം കുറച്ച് കണ്ടിന്യൂസ് നേരെ ഇരുന്ന് ഓടിക്കുന്നവർക്ക് സോഫ്റ്റ് സീറ്റുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ഇത് പറഞ്ഞ പോലെ ഷോക്കും കുറച്ചും ഇതാണ് ഹാർഡായിട്ട് തോന്നും ഫ്രണ്ടിലെ ഷോക്ക്. കാരണം ഹാൻഡിൽ നല്ലോണം വിറക്കും. അപ്പം സ്പീഡിൽ പോകുമ്പോഴൊക്കെ ഹാർഡായിട്ടുള്ളത് തന്നെയാണ് നല്ലത്. പിന്നെ വേറെ കംപ്ലൈൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞല്ലോ. ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് ഇതിന് മുമ്പ് വന്നത് 1400 സംതിങ് കിലോമീറ്റർ ആയപ്പോഴേക്ക് ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് വന്ന് വഴിക്കുന്നു പോയി. അത് ബ്രേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഓടും, പിന്നെ നിൽക്കും അങ്ങനെ ഓടിച്ച് വീടെത്തിച്ച് രാത്രി. കഴിഞ്ഞ് പിറ്റേന്ന് അവിടെ ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ ആൾ വന്ന് സംഭവം റെഡിയാക്കി തന്നു. ജസ്റ്റ് ആ സെൻസറൊന്ന് മാറി വെച്ചുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കംപ്ലൈൻ്റ് ഒന്നും വന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ കോൺസെറ്റ് ലൂസായിട്ടുണ്ടായിരുന്നു. കോൺസെറ്റ് ലൂസായത് അടുത്ത തവണ സർവീസിന് കയറ്റിയപ്പോൾ ആ കൂടെ അത് ഒരു ടൈറ്റ് ചെയ്ത് വെച്ചു. വേറെ കംപ്ലൈൻ്റ് ഒന്നും നിലവിൽ വന്നിട്ടില്ല. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. കമ്പനി സർവീസ് പറയണ 3000 കിലോമീറ്ററല്ലേ. കമ്പനി ഷോറൂമിൽ നിൽക്കണവർ ഒരു 3000-5000 ചെയ്യണം. പിന്നെ നമ്മൾ സൗകര്യം പോലെ ചെയ്യുന്നത്. അതിപ്പോൾ ചെയ്തില്ലെങ്കിലും വാറൻറ്റീനെ എഫക്റ്റ് ചെയ്യില്ലെന്നാണ് ഷോറൂമിലുള്ള നിലവിൽ പറയണം. പക്ഷേ എഫക്റ്റ് ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ട് എപ്പോഴും സർവീസ് ചെയ്ത് വെക്കണതാണ് നല്ലത്. അത്ര കിലോമീറ്റർ വലിയ ചാർജും വന്നില്ല. എന്ന് വെച്ചാൽ 250 രൂപ എന്ന് പറഞ്ഞിട്ട് 250 താഴെയാണ് റേറ്റ് വന്നുള്ളൂ. ഒരു 230 ആ റേഞ്ചൊക്കെ വന്നുള്ളൂ. അത് ആപ്പിൽ കൂടെ തന്നെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. ക്യാഷ് ആയിട്ടല്ല, എല്ലാം ആപ്പിൽ കൂടെ തന്നെ പേ ചെയ്യാം. അങ്ങനെ പിന്നെ ആപ്പിൻ്റെ അകത്ത് ഈ സർവീസ് സെൻറ്റർ, ഷോറൂം, പിന്നെ നമ്മൾ ചാർജിങ് സ്റ്റേഷൻസ് എവിടെയുണ്ട്, ഹൈപ്പർ ചാർജിങ് എവിടെയുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിലൊക്കെ കാണിക്കും. പിന്നെ ഇപ്പോൾ എറണാകുളത്ത് ഇപ്പോൾ ആകെ കൂടെ നമുക്കിപ്പോൾ ഹൈപ്പർ ചാർജിങ് ഉള്ളത് ഇവിടെയാണെന്ന് പറഞ്ഞു. പാലാരിവട്ടത്തൊരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ സുഹൃത്ത് കൊണ്ട് ചാർജിങ് ചെയ്ത് കഴിഞ്ഞ് ചാർജിങ്ങിന് അപ്പോൾ ചാർജൊന്നുമില്ല. ഈ ആപ്പിൻ്റെ അകത്ത് റേറ്റ് കാണിക്കുന്നു പിന്നീട്. അങ്ങനെ 1 അവർ കൊണ്ട് അവൻ്റെ ഫുൾ ചാർജായി. 20% അടുത്ത് കൊണ്ടുപോയി 20% താഴെ എന്ന് തോന്നുന്നു പുള്ളി കുത്തിയിട്ട്. 1 അവർ കൊണ്ട് ഫുൾ ചാർജ് ആയി. എന്നിട്ട് അതിൻ്റെ റേറ്റ് ആയത് പുള്ളിക്ക് അറൗണ്ട് 40 സംതിങ് 44-42 രൂപയുണ്ടാക്കിയാണ് 1 മണിക്കൂർ ചാർജ് ചെയ്യാനെടുത്തത്. ഫുൾ ചാർജ് ആയപ്പോൾ 300 രൂപയാണ് പുള്ളിക്ക് അതിൽ ചിലവായത്. ഞാനിതിൻ്റെ ഏറ്റവും ടോപ്പ് ഒരു ദിവസം ഓടിച്ചേക്കണം 177 കിലോമീറ്റർ. അത് 115% ചാർജും ചെയ്തിട്ടുണ്ട്. 115% ഇടയ്ക്ക് ചാർജ് ഒരു 75% ആയപ്പോഴേക്ക് കൊണ്ടുവന്ന് കുത്തിയിട്ട് പിന്നെ അത് 90 പിന്നെ എടുത്തിട്ട് പോകും. അങ്ങനെ 115% ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഇത്ര കിലോമീറ്റർ ഓടിയ ശേഷം പിന്നെ ഒരു 8% ചാർജ് ബാക്കി നിൽക്കേണ്ടത്. 8% ചാർജിൽ ബാക്കി റേഞ്ച് 13 കിലോമീറ്റർ അടുത്ത് റേഞ്ച് കാണിക്കേണ്ടത്. അപ്പോൾ അത് കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ നേരത്ത് ഇവർ ഈ ഡിസ്പ്ലേ കാണിക്കണം 168 എന്ന് പറയുന്നത് കറക്റ്റ് ആ 168 തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ നമുക്കത് അങ്ങനെ എക്സ്ട്രീം നോക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ബാറ്ററി ഇറങ്ങിപ്പോയി കംപ്ലൈൻ്റ് ആയി വണ്ടി കേട്ടോ. അതുകൊണ്ട് അതൊന്നൊരു അബദ്ധത്തിൽ ചാർജ് തീർന്ന അത്ര ആയിപ്പോയി. അല്ലെങ്കിൽ ഞാനൊരു 20% താഴെ ആകുമ്പോൾ തന്നെ 20% ഏറ്റവും കുറഞ്ഞ് വന്നിട്ടുള്ളൂ. അല്ല 25. ഇതിന് മുമ്പ് ഇതേപോലെ 3 തവണ കുറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ 8% ആയത്. പിന്നെ ഒരു തവണ ഈ 15-18 റേഞ്ച് ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇപ്പോഴും ഈ 20-ന് മുമ്പ് കുത്തിയിടും. അല്ലെങ്കിൽ ഒരു കുറച്ച് ഓടിക്കും, 80 താഴെ ആകുമ്പോൾ കുത്തിയിട്ടിട്ട് ബാക്കി ഓടിക്കും. അങ്ങനെ കുറച്ചൊരു സ്ക്രീനിൽ ശ്രദ്ധിച്ചത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഈ 1.9 ഇപ്പോൾ കാണിക്കണം എക്കോ മോഡിൽ 22 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ടോപ്പ് ഇപ്പോൾ കിട്ടിയേക്കണം 2.2 വരെ ഒക്കെ ഓടും. അത്ര സ്പീഡ് കുറവായതുകൊണ്ടാണ് കേട്ടോ. മറ്റേ അല്ല
43 കിലോമീറ്റർ സ്പീഡിലാണ് പോകണമെങ്കിൽ 1.6 കറക്റ്റ് ഇവർ പറയണം. 1.6 കഴിഞ്ഞ പുറകെ വണ്ടി പോകും, അത്രേ കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ട 2.1 വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ റീജനറേഷൻ ഇത് ഡിസ്പ്ലേയിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ തിരിച്ചങ്ങോട്ട് ബ്രേക്ക് ചെയ്യണ സമയത്ത് റീജനറേഷൻ ആകാണ്ട്. ആദ്യം തൊട്ടുള്ള വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തി എടുത്തിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. മനസ്സിലാവണമെന്ന് വെച്ചാൽ ഈ 0 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഒക്കോ മോഡിൽ തുടങ്ങി ഞാൻ ഒക്കോ മോഡിൽ റേഞ്ച് കംപ്ലീറ്റ് ആയെന്ന് 1.6 ആയെന്ന് കാണുമ്പോഴേക്ക് നിർത്താൻ നോക്കുമ്പോൾ പിന്നെ അവിടെ റേഞ്ച് ഇപ്പോൾ 72 71 72 1 ആ ബ്രേക്ക് ചെയ്യണ സമയത്ത് പെട്ടെന്ന് 2 വളരെ ചെറിയ ശതമാനമാണ്. ഇച്ചിരി 2-3 മീറ്റർ അങ്ങോട്ട് 3-4 മീറ്റർ ഉരുണ്ട് കഴിയുമ്പോൾ തന്നെ തിരിച്ച് പഴയ പോലെ. അങ്ങനെ കുറഞ്ഞ ശതമാനമാണെങ്കിലും കുറേ അധികം തവണ ചെയ്യാൻ നേരത്ത് ഒറ്റ ചാർജിൽ അങ്ങനെ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പായിട്ട് അതിന് 5% വരെയൊക്കെ കിട്ടുമെന്ന് പറയണം. പിന്നെ ഇതിൻ്റെ റീസ്റ്റാർട്ട് ചെയ്യണ ഓപ്ഷൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ബട്ടൺ, അതായത് അതിൻ്റെ ക്രൂയിസ് കൺട്രോളും റിവേഴ്സിൻ്റെ രണ്ടും കൂടെ ഒരേ സമയം പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കണം. 1 മിനിറ്റോളം പിടിക്കണമെന്ന് തോന്നുന്നു ഏകദേശം. അത് മറ്റേ ഫോണ് സ്വിച്ച് ഓഫ് ആകണമല്ലോ, സ്വിച്ച് ഓഫ് ആയി സ്വിച്ച് ഓൺ ആകും. ഈ പറഞ്ഞ ചെറിയ ബഗ്ഗൊക്കെ വന്നിട്ട് നിന്ന് പോകണമെങ്കിൽ അങ്ങനെ ഇതിൻ്റെ സ്റ്റാർട്ട് വന്നാണ് അവർ പറയണം. പിന്നെ ഈ ബ്രേക്കിൻ്റെ ഇഷ്യൂ വന്നിട്ട് പിന്നെ ഒരു നിവൃത്തിയിൽ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ വണ്ടിയുടെ ഒപ്പം അല്ലെങ്കിൽ വെച്ചാൽ ഹെഡ് ലൈറ്റിന് നേരെ പുറകു ഭാഗം അല്ലെങ്കിൽ വെച്ച് തുറക്കാൻ പറ്റും. തുറന്നു കഴിഞ്ഞാൽ അകത്തുനിന്ന് ബ്രേക്കിൻ്റെ കണക്ഷൻ പിടിയിച്ചിടാം. ബ്രേക്കിൻ്റെ കണക്ഷൻ പിടിയിച്ചിട്ട് പതിയെ ഓടിച്ച് ഷോറൂമിലെത്തിക്കുക. ബ്രേക്കിൻ്റെ കണക്ഷൻ പിടിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ബ്രേക്ക് പിടിച്ചാൽ ബ്രേക്ക് അപ്ലൈ ആക്കുകയൊക്കെ ചെയ്യും. വണ്ടി മോട്ടർ ഓഫാകുകയില്ല. അപ്പോൾ ബ്രേക്ക് പിടിച്ചിട്ടും മോട്ടറിനെ കറങ്ങിക്കൊണ്ടിരിക്കും. മോട്ടർ ആക്സിലേറ്ററിൽ നിന്ന് കൈവിട്ടല്ലേ മോട്ടർ ഓഫാവുള്ളൂ. മറ്റേത് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ മോട്ടർ കട്ട് ഓഫ് അല്ലേ. ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊക്കെ കണ്ട ഒരു വിഡ യൂസറിൻ്റെ അവരുടെ ആക്സിഡൻ്റ് ആയത് ഈ ബ്രേക്ക് ഇഷ്യൂ അല്ല, അവരുടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് മറ്റേ ലിമ്മൂടെന്ന് പറഞ്ഞ മൂഡിലേക്ക് പോകും. അതായത് നമ്മുടെ ഇതിൻ്റെ അകത്താണ് 15% താഴെ ചാർജ് ആയിട്ടുണ്ടെങ്കിൽ വണ്ടി പിന്നെ നമുക്ക് എക്കോ മോഡിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. എക്കോ മോഡിൽ തന്നെ കുറഞ്ഞ സ്പീഡിൽ തന്നെ പോകണം. അതിൻ്റെ അകത്ത് അങ്ങനെയല്ല, അതിൽ 10 കിലോമീറ്റർ സ്പീഡായി പോകും. അങ്ങനത്തെ പ്രശ്നം വന്ന വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. ഇതിലത്രയ്ക്കും പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതുകൊണ്ട് വണ്ടി നിന്ന് പോകുമെന്നല്ലാതെ വണ്ടി ഗ്രാജുവലി നിൽക്കും. ബ്രേക്ക് പിടിച്ചതിൻ്റെ എഫക്റ്റ് കൊണ്ടുള്ള എത്രയാണോ നമ്മൾ ഉദ്ദേശിച്ച ആ ബ്രേക്കിൽ നിൽക്കും. അത് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടാകില്ല എന്നുള്ളതാണ് ഈ ഒലയിൽ നിലവിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നം. പക്ഷെ വിഡയുടെ അങ്ങനെയല്ല. വിഡയുടെ എന്ന് വെച്ചാൽ അവർ പറയണത് 40-50 പോയിക്കൊണ്ടിരുന്ന വണ്ടി ബ്രേക്ക് പിടിക്കാതെ തന്നെ പെട്ടെന്ന് 10 കിലോമീറ്റർ സ്പീഡിലേക്കാവും. അപ്പം ബ്രേക്ക് പിടിച്ച എഫക്റ്റ് തന്നെയാണ് വണ്ടിക്ക് കിട്ടണത്. മറ്റേത് ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് പിടിക്കണം, നമ്മൾ അറിഞ്ഞുകൊണ്ട് ബ്രേക്ക് പിടിക്കണേ. അപ്പോൾ നിൽക്കും. സാധാരണ നമ്മൾ എത്ര ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ആ ബ്രേക്കിൻ്റെ അനുസരിച്ച് വണ്ടി പോയി നിൽക്കും. നിന്ന് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടാകില്ല എന്ന് വെച്ചാൽ പിന്നെ ബ്രേക്ക് തട്ടി വിട്ട് അങ്ങനെ സ്റ്റാർട്ടാക്കുക. അതാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. അത് കൂടാരെങ്കിലൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടാകും, പ്രശ്നമാകും. ഇതിൻ്റെ പുറകിൽ നിന്ന് വണ്ടിയൊക്കെ ഹോണടിയും ബഹളമൊക്കെ ആവും വണ്ടി നിന്ന് പോയാൽ. അങ്ങനത്തെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ആക്സിഡൻ്റ് ആകാനുള്ള സാധ്യത മറ്റേതിനെ അപേക്ഷിച്ച് കുറവാണ്. എന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഗ്രാജുവലി നിൽക്കണം, സ്പീഡ് കുറഞ്ഞ് ഇങ്ങനെ നിൽക്കണം, പിന്നെ സ്റ്റാർട്ടായാലെന്നേ ഉള്ളൂ. ഒറ്റയടിക്ക് മോട്ടർ അങ്ങോട്ട് നിന്ന് പോകണ പ്രശ്നമില്ല. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ റൈഡിങ് മോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴും അത് തന്നെ. ഇപ്പോൾ ഒക്കോ മോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി നോർമൽ മോഡിലേക്ക് ഇട്ട് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഓവർടേക്ക് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മളെപ്പോഴാണോ ഓവർടേക്ക് ചെയ്ത് പുറകെ നമ്മൾ തിരിച്ച് എക്കോ മോഡിലേക്ക് ആക്കി. അപ്പോൾ ഡിസ്പ്ലേയിൽ എക്കോ മോഡെന്ന് കാണിക്കും. പക്ഷെ നമ്മൾ എത്ര സ്പീഡിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴാണ് ആക്സിലേറ്റർ കുറക്കണത് എന്നെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുക, ആക്സിലേറ്റർ കുറച്ച് ഈ 42 വന്നാൽ മാത്രമേ പിന്നെ 42 മേളിലേക്ക് പോവുകയില്ല. 42 മേളിൽ നമ്മൾ കീപ്പ് ചെയ്യണമെങ്കിൽ അത് 42 മേളിൽ തന്നെ അങ്ങനെ നിന്ന് പോകും. അതായത് നോർമൽ മോഡിൻ്റെ സ്പീഡിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഡിസ്പ്ലേയിൽ എക്കോ മോഡൊന്ന് കാണിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് 42 വണ്ടി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ 42 അല്ലെങ്കിൽ
ആ സ്പീഡിൽ ഇങ്ങനെ പോയി കുറേ നേരം കഴിയുമ്പോൾ കുറച്ചധികം നേരം കഴിഞ്ഞിട്ട് അത് തിരിച്ച് എക്കോ മോഡിലേക്ക് വരുള്ളൂ. അതൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് കൊടുത്തേക്കാണ് ഈ പറഞ്ഞ പോലെ. പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്തോടെ തന്നെ പിന്നെ എക്കോ മോഡിലേക്ക് ആയാലും പതിയെ സ്ലോലി എക്കോ മോഡിലേക്ക് വരുള്ളൂ. അപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ മാത്രം നോർമലിലേക്ക് ഇടുന്നു, ഓവർടേക്ക് ചെയ്യുന്നു, നേരത്തെ എക്കോ മോഡിലിട്ടിട്ട് ആ സ്പീഡ് എക്കോ മോഡിലേക്ക് ആക്കണമെന്നുള്ളത് പതിയെ ആവുള്ളൂ, പെട്ടെന്നായിരുന്നു. അതല്ലേ നമ്മൾ ബ്രേക്ക് ചെയ്ത് എക്കോ മോഡിലേക്ക് ആ റേഞ്ചിലേക്ക് കൊണ്ടുവരണം. ബ്രേക്ക് ചെയ്യൽ റീജനറേഷൻ ചെയ്ത് കൊണ്ടുവരണം. അത് നല്ല ഫീച്ചറാണ്. അതിൻ്റെ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ഈ പറഞ്ഞ വീടേറെ പ്രശ്നം പറഞ്ഞ പോലെ പ്രശ്നം ഇതുവരെ ഇതിന് റിപ്പോർട്ട് ചെയ്ത് കേട്ടിട്ടില്ല. തുടർന്ന് ഇതിൻ്റെ റിവ്യൂ അടുത്ത സർവീസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത 20,000 കഴിഞ്ഞിട്ട് ഇടാം. പിന്നെ ഏതറിൻ്റെയും സിമ്പിൾ വണ്ണിൻ്റെയൊക്കെ റിവ്യൂ ആണ്. അതും നമ്മൾ സുഹൃത്തുക്കൾ ഏതർ ഒരു 65,000 കിലോമീറ്ററൊക്കെ ഓടിച്ചുകൊണ്ട് ഇവിടെ ഇതേപോലെ ഡെലിവറി ഓടുന്ന ആൾക്കാരുടെ ഇലക്ട്രിക് വണ്ടികളുടെ റിവ്യൂ ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാം ഇതിൻ്റെ വീഡിയോയുടെ പോക്കനുസരിച്ച്. ഓക്കെ, ചിലവരുടെ റെഡി ആവും, ചിലവരുടെ റെഡി ആവില്ല. ഇതാ പ്രസാദം. അല്ല അത് ഗോപിയേട്ടൻ നിരീശ്വരവാദിയായിരുന്നല്ലോ. ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെപ്പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. കർമ്മകാണ്ഡങ്ങളുടെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ ലോകനാഥന്റെ സാന്നിധ്യം നമ്മൾ അറിയൂ. ഏവം സേതുമാധവം മുകുന്ദം കുംഭീതലേ ഗ്ലാനിർഭവതി ഭാരതി.